ആദ്യമായി പെയിൻറ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ ഒലിക്കാതെ പ്രോപ്പറായി പെയിൻറ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് കോട്ട് നേരെ പറത്തി ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പറത്തിയാണ് ആദ്യ കോട്ട് അടിക്കുക. ഈ ആദ്യ കോട്ട് കഴിഞ്ഞാൽ ആദ്യം അടിച്ചത് നേരെയാണെങ്കിൽ സെക്കൻഡ് കോട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ അടിക്കുന്നത്. സെക്കൻഡ് കോട്ടും നേരെ തന്നെ ആദ്യം അടിക്കുന്ന ഒരാളാണെങ്കിൽ നേരെ തന്നെ അടിച്ചാൽ ഒലിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഫസ്റ്റ് ടൈം അടിക്കുന്നവർക്ക് ഈ തിക്നെസ്സിൽ രണ്ടാമത്തെ കോട്ട് നല്ല തിക്നെസ്സിൽ അടിക്കുന്നത് കൊണ്ട് ഒലിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ കോട്ട് നേരെ ആദ്യം അടിച്ചത് നേരെയാണെങ്കിൽ സെക്കൻഡ് കോട്ട് കുത്തനെ അടിക്കുന്നത്. ഇങ്ങനെ കുത്തനെ അടിച്ചാൽ നല്ല തിക്നെസ്സിൽ അടിക്കുകയും ചെയ്യാം, ഒലിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ് ഇതാണ്, നേരെ കുത്തനെ തന്നെ അടിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ നല്ല തിക്നെസ്സിലാണ് അടിക്കുന്നത്. ഞാൻ ആകെ 2 കോട്ടാണ് ഈ വണ്ടിയിൽ അടിച്ചത്. നല്ല തിക്നെസ്സിൽ അടിക്കുക, എന്നാൽ ഒലിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആദ്യം പെയിൻറ് ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാകും. ആദ്യമായിട്ട് പെയിൻ്റ് അടിക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ വണ്ടീൻ്റെ പെയിൻറ് വാങ്ങുന്നത് അവിടെ നിന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മിക്സിങ്ങും കാര്യമെല്ലാം കറക്റ്റ് അവർ പറഞ്ഞു തരും. മിക്സിങ്ങും കാര്യമൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയാൽ മിക്സിങ്ങും എല്ലാം ഉള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പെയിൻറ് എങ്ങനെ മിക്സ് ചെയ്യാം, എത്ര ടിന്നർ, എത്ര ഹാർഡനർ എല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സെക്കൻഡ് കോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വണ്ടിയിൽ 2 കോട്ടോ 3 കോട്ടോ അടിക്കാം. ഞാൻ ഈ വണ്ടിയിൽ 2 കോട്ടേ അടിച്ചിട്ടുള്ളൂ. നമുക്ക് ബോഡി പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വെളിച്ചത്തിൻ്റെ ചെറിയൊരു കുറവുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.